ഇന്നലെ രാത്രിയോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 136 അടിയിലെത്തി. അതോടുകൂടി ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ, സ്പിൽവേയുടെ ഷട്ടറുകൾ തുറക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഷട്ടറുകൾ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയുടെ 13 ഷട്ടറുകൾ തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും ജലം ഒഴുകുക, ഏതൊക്കെ ദിശയിലേക്കായിരിക്കും, ഏതൊക്കെ പ്രദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്ന മാപ്പാണ്. ഈ മാപ്പിൽ നോക്കിയാൽ കാണാം മുല്ലപ്പെരിയാറിലെ ഈ സ്പിൽവേയുടെ 13 ഷട്ടറുകൾ തുറക്കുമ്പോൾ ആദ്യം വെള്ളം എത്തുക വള്ളക്കടവിലാണ്. 4 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള സ്ഥലമാണ് വള്ളക്കടവ്. അവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരെയുള്ള വണ്ടിപ്പെരിയാറിലേക്കാണ് രണ്ടാമത് ഈ വെള്ളം എത്തുക. പിന്നീട് പശുമലയിൽ നിന്ന് ചപ്പാത്ത്, ഉപ്പുതുറ, അയ്യപ്പൻ കോവിൽ, പിന്നീട് തോണിത്തടിയിൽ വെച്ച് ഇടുക്കി ഡാമിലേക്ക് വന്നു ചേരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും പെരിയാറിലെ ജലനിരപ്പ് സാധാരണ നിലയിലാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ തീരത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 883 കുടുംബങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. അവർക്കെല്ലാം തന്നെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ജലനിരപ്പ് സാധാരണ നിലയിലായതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ 20 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2022 അവസാനമായി ഈ ഷട്ടറുകൾ തുറന്നത്. അന്നത്തെ ഒരു അനുഭവത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. സുരക്ഷിതമായി തന്നെ ഈ ഷട്ടറുകൾ തുറന്ന് ഈ വെള്ളം ഒഴുക്കിവിടും എന്നാണ് അറിയാൻ കഴിയുന്നത്.